ഇന്ന് ചുരക്കയും മാങ്ങയും പരിപ്പും കൂടിയിട്ട് ഒരു ചാറ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചതിലേക്ക് ചുരക്കയും മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേപ്പില ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാറ് കറിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഈ ചുരക്കക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു ഒരു മുറി തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അരയ്ക്കാൻ പോണത്. ഞാൻ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കുക. 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റ് ഉണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പും ചുരക്കയും മാങ്ങയും കൂടി വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക മാങ്ങ പരിപ്പ് എല്ലാം കൂടി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറ് കറി റെഡിയാവും. ഇപ്പം ഞാനിട്ട് കൊടുത്തത് ഉപ്പാണ് കേട്ടോ. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചുരക്കും മാങ്ങയും കൂടി ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പണ്ട്. ഇത് പരിപ്പും കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. നല്ല കുറുതായ കറി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വറവ്, ഏതെങ്കിലും ഒരു വറവ്, മീൻ വറവോ പപ്പടമോ അല്ലെങ്കിൽ തോരൻ എന്തെങ്കിലും മതി. അപ്പോൾ താങ്ക് യു, ബൈ.